ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എന്ത് ക്യാപ്ഷൻ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കിയത്? ജീവിതത്തെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നൊരു ക്യാപ്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഓപ്പൺ ആക്കിയ എല്ലാവർക്കും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഒരു ആഗ്രഹമുണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓട്ടോമാറ്റിക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ കണ്ടെത്തിയ കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ ടിപ്പ് നഷ്ടത്തെ പ്രണയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ നഷ്ടം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണല്ലേ. അപ്പം മനുഷ്യന്മാരായാലും എന്താണ്, നമുക്ക് സന്തോഷവും സങ്കടവും നഷ്ടങ്ങളും ഉണ്ടാവും, അല്ലേ? അപ്പോൾ എല്ലാം കൂടിയതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്തില്ല, അല്ലേ? അപ്പം നമ്മൾ ഈ നഷ്ടങ്ങളെ എങ്ങനെ നഷ്ടങ്ങളെ പ്രണയിക്കുക എന്ന് പറയുന്നത്. നഷ്ടങ്ങളെ പ്രണയിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും. എങ്ങനെ പ്രണയിക്കാം? അതായത് നഷ്ടം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്ന ഒരാൾ രാവിലെ പോയി വൈകുന്നേരം 6 മണി വരെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അവരെ ജോലി സംബന്ധമായ കുറച്ച് ടെൻഷനൊക്കെ, വർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യം നല്ല രീതിയിലുണ്ടെങ്കിൽ അവർ ആ ജോലി ഉപേക്ഷിക്കേണ്ടി തന്നെ വരും. അതൊരു നഷ്ടമായി മാറി, അല്ലേ? അപ്പോൾ ഒരു കരിയർ വൈസ് നഷ്ടമായി മാറി. പിന്നെ അതുമല്ലാതെ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് നഷ്ടമുണ്ടാവും. നമുക്ക് പൈസ, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം നമുക്ക് പൈസ ചില സമയത്ത് ചിലവാക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം നമ്മളൊരു ഒരു ചിട്ടയായി നമ്മൾ ഇത്ര ചിലവാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ കൂടുതലും നമ്മൾ അതിൽ കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. അതൊരു നഷ്ടമാണ്. പിന്നെ അടുത്ത നഷ്ടം എന്ന് പറയുന്നത്, നമുക്ക് അടുത്ത വ്യക്തി വിയോഗങ്ങൾ ഉണ്ടാവുക, അതും ഒരു നഷ്ടമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് എന്താ പറയുക? ഓ, എനിക്ക് മാത്രമോ ഈ നഷ്ടമൊക്കെ ഉള്ളൂ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, എനിക്ക് ജോലി റെഡി ആവുന്നില്ല, എൻ്റെ പൈസയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് ജീവിക്കണം എന്ന് തന്നെ നമുക്ക് തോന്നില്ല, നമുക്ക് ജീവിതത്തിന് ഒരു താല്പര്യവും ഉണ്ടാവില്ല. നമ്മളെ മൈൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം? മൈൻഡിനോട് പറയുക. എന്താ പറയേണ്ടത്? നമ്മളൊരു മനുഷ്യനാണല്ലേ. മനുഷ്യനാവുമ്പോൾ നമുക്കൊരു നഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നേട്ടം ഏതെങ്കിലും സമയത്ത് ഉണ്ടാവും, അല്ലേ? അതുപോലെ ഒരു നഷ്ടവും ഉണ്ടെങ്കിൽ ഒരു നേട്ടം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടാണ് ഒരാൾ ജീവിതത്തിൽ വിജയം നേടുന്നത്. വലിയ വലിയ മഹത് വ്യക്തികൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളങ്ങനെ ചിന്തിക്കും, നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അതിനപ്പുറം നമുക്കൊരു സന്തോഷവും നമുക്ക് ദൈവം തരും. അപ്പം ആ ഒരു മൈൻഡിൽ നമ്മളെ മൈൻഡിൽ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതം കുറച്ചും കൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ കണ്ടത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, കമ്പയർ ചെയ്യുന്ന ഒഴിവാക്കുക. നമുക്ക് ഇപ്പോൾ ഇതാണെന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? ഇപ്പം നമ്മൾ അതേ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം മറ്റുള്ളവർക്ക് നല്ലത് പറ്റി, ഇപ്പം എന്തെങ്കിലും കാര്യം നല്ലത് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ, നല്ലൊരു ജോലി കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സങ്കടം. അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, നമ്മൾ വീട്ടിലെന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യും. അവർക്കത് കിട്ടിയല്ലോ, നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം നല്ല മനോഹരമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് എന്താണോ ഉള്ളത് അതിനെ സന്തോഷിക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ അവരത് ചെയ്തു, അല്ലെങ്കിൽ അവരങ്ങനെ അങ്ങോട്ട് പോയി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യാൻ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ലവ് യുവർ സെൽഫാണ്. അപ്പം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടിപ്പായി പറയുന്നതാണ് ലവ് യുവർ സെൽഫ്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ, മനോഹരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ്. നമ്മളെങ്ങനെ നമ്മളെ സ്നേഹിക്കും, അല്ലേ? നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് വേറെ ആരെങ്കിലും, നമ്മളെ ബന്ധുക്കളെയൊക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ, നമ്മളെ അമ്മേനെയും അച്ഛനെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മളെ തന്നെ എങ്ങനെയാണ് സ്നേഹിക്കുക? നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലേ? അപ്പം നമ്മളെ കെയർ ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ മേക്കപ്പ് ചെയ്ത് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ ഹോബീസ്, അതായത് ഇപ്പോൾ ചിത്രം വരയ്ക്കാനാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെ പാട്ട് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ പാട്ട് കേൾക്കുക. അങ്ങനെയുള്ള നമ്മളെ ഇഷ്ടങ്ങളനുസരിച്ച് നമുക്കൊരു പുറത്തൊക്കെ പോയി ടൂറ് പോകാനാണ് ഇഷ്ടമെങ്കിൽ അവിടെയൊക്കെ പോയിട്ടൊന്ന് ടൂറ്, എവിടെയെങ്കിലും അടുത്തുള്ള സ്ഥലത്താണെങ്കിലും പോവുക.
അതാണ് ലവ് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് നമ്മളെ സ്നേഹിക്കുക. നമ്മൾ നമ്മുടെ ജീവിതം നല്ല കുറച്ചും കൂടി മനോഹരമാവും. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നാലാമത്തെ ടിപ്പ് എന്താണ്, നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡള്ളാവും, പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുക, രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു ധ്യാനം ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുക, പുറത്തു കൂടെയൊക്കെ നടന്ന് ഒരു 10-15 മിനിറ്റൊക്കെ നടന്ന് നമ്മളെ ശരീരമൊക്കെ ഒന്ന് വാമപ്പ് ചെയ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ എന്താണ് ഒരു ഊർജ്ജം ലഭിക്കും അല്ലേ. അല്ലാതെ നമ്മളിങ്ങനെ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാതെ ഭയങ്കര തടിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആയൊക്കെ പോയി കഴിഞ്ഞാൽ അത് അതിലും വലിയ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. യോഗയൊക്കെ ചെയ്ത് നമ്മളപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും? അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ കൂടെ എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ അവിടെ വയസ്സായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേറെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് എങ്ങനെയോ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ചെന്നിട്ട് വേറെ ആരും നമ്മൾ അറിയാത്ത ഒരാളാണ് എന്നാലും നമ്മൾ പോയിട്ട് അവരെ കൈ പിടിച്ച് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്ത് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ എന്താണെങ്കിലും എന്ത് ചെറിയ സഹായം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുക. നമുക്ക് നല്ലതോ വരുള്ളൂ, അതും ജീവിതത്തിൽ ഒരു അർത്ഥമുള്ളതാക്കും, അതും ജീവിതത്തെ മനോഹരത്തിലൂടെ അപ്പം നമുക്കിനി അവസാനം ഒരു 2 ടിപ്പും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ അവസാനം 2 ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയും അല്ലേ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല, നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്കൊരു ശാന്തത കിട്ടും അതിലൂടെ അല്ലേ, പ്രാർത്ഥനയിലൂടെ. അതുപോലെ ഒരു റിലാക്സേഷൻ കിട്ടും, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ശീലമാണ്. അപ്പോൾ നമ്മളത് ഒരു രാവിലെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രാർത്ഥനാ സമയം. അപ്പോൾ ആ സമയത്ത് മുടങ്ങാതെ അത് ചെയ്യുക, അതും നമുക്ക് ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തരുന്നതായിരിക്കും. അവസാനമായിട്ടൊരു ടിപ്പും കൂടി, പുഞ്ചിരി ഒരു ടിപ്പാണ് അല്ലേ. അതായത് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, എല്ലാവരോടും ഒന്ന് ചിരിക്കുക അല്ലേ. നമുക്ക് ചിരിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പം നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, അതും ഒരു നല്ല ഒരു എന്താ പറയുക, ജീവിതത്തെ മനോഹരമാക്കാൻ, ഒന്നും കൂടി മനോഹരമാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ടിപ്പുകൾ, ഞാൻ കണ്ടെത്തിയ കുറച്ച് ടിപ്പുകൾ. അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതവും മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ.